വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ ജനനം. യഥാർത്ഥ പേര് കൊച്ചു മുഹമ്മദ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളും സന്ദർശിക്കുകയും വ്യത്യസ്തമായ പല തൊഴിലുകളിൽ ഏർപ്പെടുകയും ചെയ്തു. സാഹിത്യരചനയ്ക്ക് നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 5 അന്തരിച്ചു. ഭൂമിയുടെ അവകാശികൾ. ഭൂമിയിലെ സർവ്വ വിഭവങ്ങൾക്കും അവകാശികൾ മനുഷ്യർ മാത്രമല്ല, മറ്റു ജീവജാലങ്ങൾ കൂടിയാണെന്നുള്ള തീക്ഷ്ണമായ ആശയമാണ് ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ ബഷീർ സമർപ്പിക്കുന്നത്. അർത്ഥവത്തായ കുറെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം അതിനായി നിരത്തുന്നുണ്ട്. അണ്ഡകടാഹത്തിലെ സകല ജീവജാലങ്ങളെയും അടുത്തറിയുന്ന സാധാരണ മനുഷ്യനായ അദ്ദേഹം അതിനെയൊക്കെ കഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യരുടെ ഏകാധിപത്യപരമായ ഇടപെടലുകൾ കാരണം നശിപ്പിക്കപ്പെടുന്ന പരിസ്ഥിതിയെയും മറ്റു ജീവജാലങ്ങളെയും കുറിച്ചാണ് ആദർശവാദിയായ കഥാനായകനും പ്രായോഗിക ചിന്താഗതികാരിയായ ഭാര്യയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളെ മുൻനിർത്തി ബഷീർ പറയുന്നത്. പ്രേമലേഖനം. ബഷീർ ജയിൽവാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ എഴുതിയ ലഘു നോവലാണ് പ്രേമലേഖനം. പുസ്തക രൂപത്തിൽ പ്രസാധനം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ ആദ്യ രചനയും കൂടിയാണിത്. വ്യത്യസ്ത മതസ്ഥരായ കേശവൻ നായരും സാറാമിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. നായകന്റെ കാൽപ്പനിക പ്രണയവും നായികയും ദുരിതപൂർണമായ ജീവിതാവസ്ഥയും ബഷീർ തന്നതായ ഭാഷയിലൂടെ ആസ്വാദകരമായി വരച്ചു കാണിക്കുന്നുണ്ട്. ശമ്പളത്തിനെ പ്രണയിക്കുക എന്നൊരു തൊഴിലാണ് പരാതിനിക്കാരിയായ സാറാമിക്ക് കേശവൻ നായർ നൽകുന്നത്. സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക, വിശ്വവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ബഷീർ ഇതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ദുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. സാമുദായികമായി നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ പരാമർശിക്കുന്ന ബഷീറിന്റെ ഒരു നോവലാണ് ദുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. നിലവിലുള്ള പരിതാപകരമായ ജീവിതാവസ്ഥ മറച്ചുവെച്ച് പഴയകാല പ്രതാപത്തിൽ ഊറ്റം കൊള്ളുന്ന സ്വഭാവ രീതിയെ ബഷീർ ഇതിൽ കണക്കിന് പരിഹസിക്കുന്നുണ്ട്. കുഞ്ഞു പാത്തുമ്മ എന്ന നിഷ്കളങ്കയും നിരക്ഷരയുമായ ഗ്രാമീണ മുസ്ലിം പെൺകുട്ടിയും പുരോഗമന ചിന്താഗതിക്കാരനായ നിസർ അഹമ്മദുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. സ്വാഭാവികമായ നർമ്മരസത്തോടെ പറഞ്ഞു പോകുന്ന ഈ പ്രേമകഥയിൽ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ബഷീർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 1951 ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. മതിലുകൾ. ബഷീറിന്റെ മറ്റു ചില രചനകളെ പോലെ ആത്മകഥാപരമാണ് മതിലുകൾ എന്ന ലഘു നോവൽ. ജയിൽ രാഷ്ട്രീയ തടവുകാരനായി എത്തുന്ന ബഷീറിന്റെ ജീവിതമാണ് കഥാഗതിയാവുന്നത്. മതിലുകൾ ചലച്ചിത്രമായിട്ടുണ്ട്. മതിലിനപ്പുറത്ത് നിന്ന് ശബ്ദം കൊണ്ട് മാത്രം പരിചിതമാകുന്ന നാരായണീയന സ്ത്രീയുമായി ഉണ്ടാവുന്ന പ്രണയാനുഭവമാണ് ബഷീർ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പൂന്തോട്ട നിർമ്മാണം പോലുള്ള പണികളിലൂടെ ജയിലിലെ അന്തരീക്ഷം ബഷീറിന് ആസ്വാദകരമാവുന്നുണ്ട്. എന്നാൽ അവിചാരിതമായി ജയിൽ മോചിതനാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രണയിനിയെ നേരിട്ട് കാണാനാവാത്ത ഒരവസ്ഥയിൽ സ്വാതന്ത്ര്യം വേണ്ടതായിരുന്നു എന്നൊരു തോന്നലാണ് കഥാകൃത്തിനുണ്ടാകുന്നത്. പാത്തുമ്മയുടെ ആട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാപരമായ നോവലാണിത്. ഒരുപാട് അംഗങ്ങളും സഹജീവികളും ഉൾപ്പെടെയുള്ള കുടുംബ വീട്ടിലേക്ക് ദൂരയാത്രയ്ക്ക് ശേഷം ബഷീർ തിരിച്ചെത്തിയതിടത്ത് നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഒരു കൂട്ടുകുടുംബത്തിൽ നിലനിൽക്കുന്ന ദൈനംദിന സംഭവങ്ങളുടെ സ്വാഭാവികമായ ആവിഷ്കരണമാണിതിൽ. സഹോദരി പാത്തുമ്മയും ഏറെ സ്വാതന്ത്ര്യത്തോടെ കഴിയുന്ന അവളുടെ ആടുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. കാശ് സമ്പാദിച്ചു വരുന്ന ബഷീറിനെ വീട്ടിലുള്ളവരെല്ലാം നന്നായി ഉപയോഗപ്പെടുത്തുകയാണ്. സ്വാഭാവികമായ സന്ദർഭങ്ങളിലൂടെയും നാടൻ ഭാഷാ പ്രയോഗങ്ങളിലൂടെയും കഥാപാത്രങ്ങൾ വായനക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലാണ് അവതരണം. അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിന്റെ പ്രത്യേകതകളും കഥയിൽ പ്രകടമാണ്. ബാല്യകാലസഖി. വിഖ്യാത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവലാണ് ബാല്യകാലസഖി. ബഷീർ കൃതികളിൽ അമൂല്യമായ ഒന്നായി ഇതിനെ കരുതപ്പെടുന്നു. ബാല്യകാല സുഹൃത്തുക്കളായ മജീദും സുഹറയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. കഥാകാരന്റെ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ച ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന മജീദിന്റെ തത്വം ഉൾപ്പെടെയുള്ളവ നോവലിലെ പ്രധാന ഘട്ടങ്ങളാണ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമുള്ള മടങ്ങിവരവിൽ സുഹറയും മജീദും കണ്ടുമുട്ടുന്ന രംഗം വികാര നിർഭരമാണ്. വായനക്കാരിൽ പൊട്ടിച്ചിരിയുടെയും തേങ്ങലിന്റെയും വിത്തുകൾ വിതറുന്ന ഈ നോവൽ ജീവിതത്തിൽ നിന്നു വലിച്ചു ചീന്തിയ ഒരേടായി അനുഭവപ്പെടുന്നു.
വിശ്വവിഖ്യാതമായ മൂക്ക്. വിശ്വവിഖ്യാതമായ മൂക്ക് ഉൾപ്പെടെ 3 കഥകളുടെ സമാഹാരമാണിത്. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണ് ഇതിലൂടെ ബഷീർ നടത്തുന്നത്. നിരക്ഷരനായ ഒരു പാചക തൊഴിലാളിയുടെ മൂക്കിന്റെ നീളം കൂടി വരുന്നതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് കഥയുടെ ഇതിവൃത്തം. മൂക്ക് എന്ന വിഷയത്തിലൂടെ സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമായി നോക്കിക്കാണുന്ന ബഷീർ പ്രത്യേകതയും കഴിവുമൊക്കെ എങ്ങനെയെല്ലാം മുതലെടുക്കാമെന്നാണ് വ്യക്തമാക്കുന്നത്. താരമൂല്യം അന്വേഷിക്കുന്ന കപടബുദ്ധി ജീവികളെയും മാധ്യമ സംസ്കാരത്തെയും പരിഹസിക്കാനും മൂക്കിന്റെ കഥ പര്യാപ്തമാവുകയും ചെയ്യുന്നുണ്ട്.